അതുകൊണ്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓർഗനൈസിങ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഒരു ഡെഫിനേഷൻ നോക്കാം. ഓർഗനൈസിങ് ഇൻവോൾവ്സ് ദ ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് നെസസറി ടു അക്കംപ്ലിഷ് ഗോൾസ് ആൻഡ് പ്ലാൻസ്, ദ അസൈൻമെൻറ്റ് ഓഫ് ദീസ് ആക്ടിവിറ്റീസ് ടു അപ്രോപ്രിയേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ദി പ്രൊവിഷൻ ഫോർ അതോറിറ്റി ഡെലിഗേഷൻ ആൻഡ് കോർഡിനേഷൻ. അപ്പോൾ ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾസും പ്ലാൻസും ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള നെസസറി ആയിരുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണോ അതിനെ ഗ്രൂപ്പ് ചെയ്യുക. ദെൻ ആ ആക്ടിവിറ്റീസ്, ഗ്രൂപ്പ് ചെയ്ത ആക്ടിവിറ്റീസൊക്കെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കും പേഴ്സൺസിലേക്കും അത് അസൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ ഡെലിഗേഷൻ, അതോറിറ്റി, കോർഡിനേഷൻ എന്ന് പറയുന്ന പ്രൊവിഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുക. അതായത് ഈ പറയുന്ന അതോറിറ്റി എന്ന് പറയുന്നത് ഡെലിഗേറ്റ് ചെയ്ത് ലോവർ ലെവൽസിലേക്കും കൊടുക്കുക. ഇനി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിനായിരിക്കും നമ്മൾ ഈ പറയുന്ന ഓരോ ആക്ടിവിറ്റീസും കൊടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതെല്ലാവരുടെ വർക്കും നമ്മൾ ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഓർഗനൈസേഷനെ നമുക്ക് 2 or more people working together in a coordinated manner to achieve common goals എന്ന് പറയും. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ കോമൺ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഒരു ഓർഗനൈസേഷൻ അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിൻ്റെയും വർക്ക് എന്ന് പറയുന്നത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോവുക. അതിനെയാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഓർഗനൈസേഷൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം. അതായത് ഓർഗനൈസിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? മാനേജ്മെൻറ്റിൻ്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണിത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? മാനേജ്മെൻറ്റിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഫെസിലിറ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജറിയൽ എഫിഷ്യൻസി. ഇവിടെ നമ്മൾ ടോട്ടൽ ആക്ടിവിറ്റീസിനെ ഗ്രൂപ്പ് ആക്കുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ അത് ഓരോ വ്യക്തികൾക്കും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും നമ്മളത് അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഇത് അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, അതുപോലെ തന്നെ അതോറിറ്റി എന്താണെന്നുള്ളത് അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഇതിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം? സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓരോ ടാസ്കും ഏറ്റവും ബെസ്റ്റായിട്ട് അവർ പെർഫോം ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൽ കൂടി നമുക്ക് മാനേജറിയൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് ഇറ്റ് ഫെസിലിറ്റേറ്റ് ഗ്രോത്ത് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ. ഈ ഒരു ഓർഗനൈസിങ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ബിസിനസ്സിന് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കോമൺ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഡിസൈഡ് റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും എഫേർട്സ് നമ്മൾ എന്ത് ചെയ്യണം? ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്യണം. അപ്പോൾ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള ഫ്രെയിം വർക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ടായിരിക്കും ആ ഒരു ഓർഗനൈസേഷന് കിട്ടുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗ്രോത്തിന് അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഡൈവേഴ്സിഫിക്കേഷൻ, അത് എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് പ്രൊവൈഡ് സ്കോപ്പ് ഫോർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഒരു എഫക്റ്റീവ് ഓർഗനൈസേഷൻ എന്തുകൂടി ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്? ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. അതായത് അതോറിറ്റി എന്ന് പറയുന്നത് ലോവർ ലെവൽസിലേക്കും കൂടി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? എംപ്ലോയീസിന് ട്രെയിനിങ്ങും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ട്രെയിനിങ്, ഡെവലപ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള സ്കോപ്പ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നതാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ പറയുന്നത് ഇറ്റ് മേക്സ് യൂസ് ഓഫ് ന്യൂ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്. പുതിയ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് നമ്മൾ അഡോപ്റ്റ് ചെയ്യും. പ്രൊഡക്ഷൻ മെത്തേഡ്സ്, പ്രോസസ്സൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു. പിന്നെ ഇറ്റ് എൻകറേജ് ഓപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സസ്. അതായത് നമ്മളിവിടെ ഈ നമ്മുടെ നിലവിലുള്ള ഹ്യൂമൻ റിസോഴ്സ് എന്തൊക്കെയാണോ അതിനെ നമ്മൾ ഓപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർക്ക് അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ഒക്കെ കറക്റ്റായിട്ട് നമ്മളവർക്ക് ഇൻഫോം ചെയ്യും. ഓക്കെ, കറക്റ്റായിട്ട് അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ അവർക്ക് സ്പെഷ്യലൈസേഷനും കാര്യങ്ങൾ അവരുടെ വർക്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മളുടെ നിലവിലുള്ള ഹ്യൂമൻ റിസോഴ്സിനെ മാക്സിമം അല്ലെങ്കിൽ ഓപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് പ്രൊമോട്ട്സ് കോർഡിനേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെ ഓർഗനൈസിങ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനും കൂടി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്? കോർഡിനേഷൻ എന്ന് പറയുന്ന കാര്യം. അതായത് പല ഡിപ്പാർട്ട്മെൻറ്റ്സിൽ വർക്ക് ചെയ്യുന്ന പല പേഴ്സൺസിൻ്റെ വർക്ക് നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകണം. ഓക്കെ, അതുപോലെ തന്നെ ഈ കോർഡിനേഷൻ വേണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തുകൂടി വേണം? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വേണം. അപ്പോൾ ഓർഗനൈസിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോർഡിനേഷനും കമ്മ്യൂണിക്കേഷനും വേണം. സോ ഈ രണ്ട് കാര്യങ്ങളും കൂടി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ഓർഗനൈസേഷൻ.